ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാരുടെ ചിങ്ങമാസത്തെ ചാരഫലമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ ആവശ്യമുള്ളവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇടവൻ രാശിക്കാർക്ക് ശനി ജന്മരാശിയുടെ 11ാം ഭാവത്തിലൂടെ ആണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്ത്രീ സൗഖ്യം, ധനലാഭം, പ്രതാപ, പുഷ്ടി എന്നിവ ഫലം. വ്യാഴം ജന്മരാശിയുടെ 3ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സ്ഥാനഭ്രംശം, കാര്യവിഘ്നം എന്നിവയാണ് അതുകൊണ്ടുള്ള ഫലം. ചൊവ്വയാണെങ്കിൽ ജന്മരാശിയുടെ 2ാം ഭാവത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നുള്ള ഭയവും, കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവവും, അഗ്നിഭയവും, ശത്രുപീഡയും, ദുഃഖം, മനസ്സിന് ബുദ്ധിമുട്ടുകൾ, രോഗം, ശരീരക്ഷതം എന്നിവ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അവർക്കുണ്ടാവുക. ശനിയാണെങ്കിൽ ജന്മരാശിയുടെ 4ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീ സുഖത്തിന് തടസ്സവും രോഗദുഃഖാദികളും ഫലം. ശുക്രൻ ജന്മരാശിയുടെ 5ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, പുത്രസൗഖ്യം, ബന്ധുഗുണം, ഗുരുജനപ്രീതി എന്നിവയാണ് ഫലം. ബുധൻ ജന്മരാശിയുടെ 4ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ധനലാഭവും, ബന്ധുക്കൾക്ക് ഐശ്വര്യവും, കുടുംബത്തിന് അഭിവൃദ്ധിയും ഫലം.